അനന്തപുരിയുടെ ഹൃദയഭാഗമായ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് കലാമാമാകം ആസ്വദിക്കാൻ ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കസേരയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നതൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാകും വരും മണിക്കൂറുകൾ എത്ര ആളുകളുടെ സാന്നിധ്യമൊക്കെ ഇവിടെ ഉണ്ടാകും എന്ന്, അല്ലേ കാർത്തിക? തീർച്ചയായിട്ടും. അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഈ പ്രധാന വേദിയായിട്ടുള്ള MT നിലയിൽ നമ്മുടെ കൂടെ കുറച്ച് കുട്ടികളുണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ നമ്മുടെ കലോത്സവത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വോളണ്ടിയേഴ്സ് ആണല്ലേ? ഏത് സ്കൂളിലെ കുട്ടികളാ? CMTHSS പൂജപ്പുര. എന്റെ പേരെന്താ? നന്ദന. മോളുടെ? അനിഷ്ക. അപ്പൊ എന്താണ് നിങ്ങൾ ഇവിടെ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്താ? പ്രോത്സാഹിപ്പിക്കണവര്. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടാവും മത്സരിക്കാൻ? ഇല്ല. എന്നാൽ പോലും ഞാൻ നേരത്തെ ഇവരോട് സംസാരിച്ച സമയത്ത് നേരത്തെ നമ്മുടെ സ്കൂളിലെ കുട്ടികളൊന്നും ഇല്ല, പക്ഷെ ഇവിടെ മത്സരിക്കുന്ന എല്ലാവരും നമ്മളെ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഇതാ ബാക്കിലിരിക്കുന്ന നമ്മുടെ ഈ കുട്ടി, പേരെന്താ മോളുടെ? ശിവഗംഗ പറയാണ് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലേ? കറക്റ്റ് ആണ്. ഓൾ ഇന്ത്യൻസ് ആർ മൈ അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഇന്ന് കലോത്സവത്തിന് മത്സരിക്കാൻ വരുന്ന എല്ലാ ആൾക്കാരും നമ്മളുടെ ഫ്രണ്ട്സ് ആണ്, നമ്മളുടെ കൂട്ടുകാരാണ്. അപ്പൊ അവരെല്ലാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും അല്ലേ? അപ്പൊ നമുക്കൊരു പാട്ട്, അതായത് മാതൃഭൂമി പ്രേക്ഷകർക്ക് എക്സ്ക്ലൂസീവ്ലി ഒരു പാട്ട് പാടിത്തരാൻ വേണ്ടിയിട്ട് നമ്മുടെ CMGHSS പൂജപ്പുര സ്കൂളിലെ നമ്മളെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള നമ്മളെ മിടുക്കിയ കുട്ടികൾ റെഡിയാണ്. അപ്പൊ ഏത് പാട്ട് പാടാൻ പോണേ? പൂവേ. അപ്പൊ തുടങ്ങാം. പാടിക്കാം. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാണം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകൊടിഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയെ തത്ത കിളിയെ കൊഞ്ചി പറന്നെൻ കൂട്ടിലെത്തൂലെ നിറയെ ചിന്നിച്ചിതറും കൊതിയായി കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്നാ മുത്തപ്പുഴന്നലിയാ. നാണം എന്താണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അല്പം നാണമായി എന്ന് തോന്നുന്നു. എന്തായാലും മിടുക്കികൾ എന്ന് പറഞ്ഞാൽ പോരാ, മിടുക്കികളാണ്. കലാപ്രകടനം നടത്തുക മാത്രമല്ല, പ്രോത്സാഹിപ്പിക്കുന്നതും ഒരു കഴിവ് കൂടിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ മിടുക്കി കുട്ടികളൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി അല്ലേ? കലോത്സവം ശരി, അവരവിടെ പാടി തുടങ്ങിയിട്ടുണ്ട്, അടിച്ചു പൊളിക്കുകയാണ്.